ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവർക്കും നമ്മുടെ VFA റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഏറ്റവും അധികം വരുന്ന ഒരു ഡൗട്ടാണ് ഇത്തവണ കമ്പനി മോഡലിൽ ഓൾറെഡി നമ്മൾ പ്രിലിംസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ VFA എക്സാമിനും പ്രിലിംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെ VFAക്ക് പ്രിലിംസ് ഉണ്ടാകുമോ, അതോ മെയിൻസ് മാത്രമാണോ, ഒറ്റ എക്സാം ആയിട്ടാണോ നമുക്ക് നടക്കുന്നത്? അങ്ങനെ ഇതൊക്കെ ഒരുപാട് ഡൗട്ട്സ് കുറെ പേര് ചോദിക്കാറുണ്ട്. പ്രിലിംസ് ഉണ്ടോ എന്നുള്ളതാണ് പലരുടെയും സംശയം. ചോദിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ലാസ്റ്റ് നടന്ന VFA എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം VFA എക്സാമിന് എന്തുണ്ടായിരുന്നു, നമുക്കൊരു പ്രിലിംസ് എക്സാമും ഉണ്ടായിരുന്നു, മെയിൻസ് എക്സാമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും അതുപോലെ രണ്ട് എക്സാം ആയിട്ട് നടക്കാനാണോ സാധ്യത? ആണെങ്കിൽ നമുക്ക് എത്തത്തേക്ക് പ്രിലിംസും മറ്റും മെയിൻസിന്റെ എല്ലാം ഡേറ്റ് വരും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട 3 നോട്ടിഫിക്കേഷൻസ് അല്ലെ, അതിൽ 2 നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. നോക്കിയപ്പോൾ VFAയും വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ കമ്പനി ബോർഡ് ലിസ്റ്റും വന്നു കഴിഞ്ഞു. ഇനി അടുത്ത ഡിസംബർ 30 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്, ഈ പറയുന്ന പോലെ വെബ്കോ LDCയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ് അല്ലെ. അപ്പൊ ഒറ്റ പഠനത്തിലൂടെ ഏകദേശം 4000+ വേക്കൻസീസ് വരുന്ന ഈ 3 എക്സാമുകളാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ടാർഗറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെ. നമുക്ക് ഒറ്റ പഠനത്തിലൂടെ ഒരൊറ്റ സിലബസ് കവർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്ത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന 3 എക്സാമുകളാണ്. നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു 120 ഡേയ്സ് ആണ് അല്ലെ, 120 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനിലൂടെ ഈ പ്രധാനപ്പെട്ട 3 പോസ്റ്റുകളും ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ VFA, വെബ്കോളിറ്റി, കമ്പനി ബോർഡ് LDC 2026 നിങ്ങൾക്ക് ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 പോസ്റ്റുകൾ അതൊരൊറ്റ പഠനത്തിലൂടെ 120 ദിവസത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പോവാണ്, നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലെ. സോ അവർ 3-in-1 ബാച്ച് ആണ്, ഒറ്റ പഠനമാണ്. വെറുതെ ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ളതല്ല. ഇനി ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി എക്സ്ക്ലൂസീവ് ബാച്ചസും ഉണ്ട്. പക്ഷെ അത് കൂടാതെ എന്താണ്, ഒരൊറ്റ പഠനത്തിൽ ഈ 3 എക്സാമുകളിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റ് എന്നുള്ള മാത്രമാണോ, 3 ലിസ്റ്റുകളും വരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് അല്ലെ. അതിനുവേണ്ടി ഈ പറയുന്ന പോലെ തന്നെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസ് ഉള്ള ക്ലാസ് ആയിരിക്കും. എപ്പോഴും പറയാറുള്ളത്, ഫ്രഷേഴ്സ് ആണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് പഠിക്കണം, എത്ര സമയം പഠിക്കണം, എത്രത്തോളം പഠിക്കണം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് സംശയം വരിക അല്ലെ. സോ ദിവസം വെറും 2 മണിക്കൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന പോലെ ഈ എക്സാമുകളിലേക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. പഠിക്കാതെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വെറും 2 മണിക്കൂർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം, ഓരോ ദിവസവും എത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടിയാണ് ഇനി അങ്ങോട്ട് ക്ലാസ് വരാൻ പോകുന്നത്. സോ എന്ത് പഠിക്കണം എന്നുള്ളതിന്റെ ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും അതിന്റെ ക്ലാസ്സും അതിന്റെ PDF നോട്ട്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു ടെൻഷനേ വേണ്ട. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്ന മാക്സിമം ഏർലി നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ തന്നെയാണ് 120 ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 120 ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിൽ മാക്സിമം ഏർലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിലബസ് കവർ ചെയ്തിട്ട് പിന്നീടുള്ള ടൈം മുഴുവൻ നമുക്ക് എത്രത്തോളം ടൈം കിട്ടുന്നോ അതെല്ലാം നമ്മൾ PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസിനായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുക. സോ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിന്റെ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് കൂടാതെ നമുക്ക് വരാനായിട്ട് പോകുന്നത്, നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. നമുക്ക് PYQ ഉള്ള മോക്ക് ടെസ്റ്റുകൾ, അതുകൊണ്ട് തന്നെ റെഗുലർ ബേസിൽ മോക്ക് ടെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചു എന്നുള്ളതിന്റെ നിങ്ങൾ സ്റ്റഡി ലെവൽ അനലൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ കറന്റ് അഫേഴ്സിനും SCRTക്കും സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും. കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് ക്ലാസ്സും ഉണ്ടാവും. അത് കൂടാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ SCRT അറിയാലോ, 2026 എന്ന് പറയുന്ന ന്യൂ SCRT ഏറ്റവും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു ഇയർ. 2025 എത്രത്തോളം വന്നിട്ടില്ല. 2026 അങ്ങനെയല്ല. 5 to 10 വരുന്ന എല്ലാ പ്രധാനപ്പെട്ട SCRT ചാപ്റ്റേഴ്സിന്റെയും ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ ഈ പറയുന്ന പോലെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കാര്യത്തിലായിരിക്കും അല്ലെ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു കാര്യമാണ്, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നത് 2021 ലാസ്റ്റ് VFA എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന വർഷം എന്ന് പറയുന്നത് 2024 ആണ്. 2024 നിങ്ങൾക്ക് എന്ത് നടക്കുന്നത്, നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ 2024 വന്ന ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഏകദേശം 2026 ലാസ്റ്റ് അല്ലെങ്കിൽ 2027 നിങ്ങൾക്ക് എന്ത് വരണം, പുതിയ ലിസ്റ്റ് വരണം. അതായത് ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ ലിസ്റ്റ് നിങ്ങൾക്ക് 2027 തന്നെ എന്ത് ചെയ്യും, വരും. അപ്പൊ അതായത് ഈ പറയുന്ന പോലെ 21 എക്സാം നടന്നതിന് ശേഷം ആദ്യം അല്ലെ, 21 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കഴിഞ്ഞ തവണ എന്ത് നടന്നു, 21 നോട്ടിഫിക്കേഷൻ വന്നു, അതിനുശേഷം പിന്നീട് പ്രിലിംസ് നടത്തി, അതിനുശേഷം പിന്നീട് മെയിൻസ് നടത്തി. അങ്ങനെ ഇത്രയും അധികം ഒരു കാലതാമസം എന്തിനുണ്ടായിരുന്നു, കഴിഞ്ഞ VFA എക്സാമിന് ഉണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 3 വർഷം, 21 നോട്ടിഫിക്കേഷൻ വന്ന പോസ്റ്റിന് 24 പിന്നീട് എന്ത് വരുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്രയും ഒരു ടൈം ഗ്യാപ്പ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന VFA നോട്ടിഫിക്കേഷനുകൾ കിട്ടുമോ, ഇല്ല. നിങ്ങൾ അറിയാവുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ 2025 ഡിസംബറിലാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലെ. 2025 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ 2025 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന ഈ പോസ്റ്റിന് പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ റാങ്ക് ലിസ്റ്റ് എന്നത്തേക്ക് വരണം,
2027 ആദ്യമോ അല്ലെങ്കിൽ 2026 അവസാനമോ എന്ത് ചെയ്തിരിക്കണം, റാങ്ക് ലിസ്റ്റ് വന്നിരിക്കണം. സോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ പ്രിലിംസ് ഇത്തവണ നടക്കാനുള്ള ഒരു കാലതാമസവും മറ്റു കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ടോ? ഇല്ല. ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 21 വന്ന നോട്ടിഫിക്കേഷൻ നടന്ന പോലെ ഒരു പ്രിലിംസ് എക്സാം ഇത്തവണ നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, അനലൈസ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റില്ല. അതോ ഈ പറഞ്ഞ പോലെ തന്നെ എത്രയും ഏകദേശം ഒരു വർഷത്തിനകത്ത് എന്ത് വരണം, പുതിയ ലിസ്റ്റ് നമുക്ക് വരണം. അത്രയും ഒരു കാലതാമസമൊന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇതിന്റെ കേസിൽ എടുക്കാനായിട്ട് പറ്റില്ല. സോ പ്രിലിംസ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഡൗട്ട് വരുന്നത് ഒരു തവണ നടന്നത് കൊണ്ട് വീണ്ടും നടക്കുമോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ നടന്ന എക്സാമിൽ എന്തുണ്ടായിരുന്നു, പ്രിലിംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണയും നടക്കുമോ എന്നുള്ളതാണ്. പക്ഷെ നടക്കുന്ന കേസിലുണ്ടാകുന്ന സിറ്റുവേഷനിൽ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് നടക്കാൻ സാധ്യത കുറവ് എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡ് തന്നെയാണ്. അല്ലെ, നമുക്ക് ഈ പറഞ്ഞ ഏകദേശം ഒരു വർഷത്തിനകത്ത് ലിസ്റ്റ് വരേണ്ട ഒരു പോസ്റ്റാണ് എന്ന് പറയുന്നത് VFA എക്സാം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രിലിംസ് നടത്തി അതിന്റെ ലിസ്റ്റ് വന്ന് വീണ്ടും മെയിൻസ് നടത്തുക, അതിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, അത്രയും ഒരു ടൈം ഗ്യാപ്പ് ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനെന്താണ്, അതിന് വളരെ കുറവാണ് എന്ന് ഇതിനായിട്ട് പറ്റുന്നത്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രിലിംസ് നമുക്ക് കൺഫേം ആയിട്ട് ഇല്ല, ഒരു തവണ നടന്നത്. നമുക്ക് എന്തുകൊണ്ട് കൺഫേം ആയിട്ട് ഇല്ല എന്ന് പറയുന്ന ഒരു ഒറ്റ കാരണമാണ്, ഒരു തവണ നടന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ എന്താണ്, ഇത്തവണ ഈ പറഞ്ഞ ടൈം പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രിലിംസ് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. എങ്കിലും ഒരു ചെറിയ സാധ്യത എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു തവണ നടന്നു, നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ, ഒരു തവണ നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിലിംസ് ഇനിയും നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതായിരിക്കും പലരുടെയും സംശയം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഈ കാലതാമസം കിടക്കുന്നതുകൊണ്ട് ലിസ്റ്റ് പെട്ടെന്ന് വരണം എന്നുള്ളതുകൊണ്ട് തന്നെ പ്രിലിംസിനുള്ള സാധ്യത വളരെ 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 കുറവാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് അല്ലേ. എങ്കിലും ഈ പറയുന്ന പോലെ ഒരു തവണ പ്രിലിംസ് നടത്തിക്കൊണ്ട് ഇനിയും നടത്തുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് മെയിൻസ് ഓറിയന്റഡ് ക്ലാസ് നമ്മൾ പോകുമ്പോൾ തന്നെ VFAയുടെ സിലബസിന് പ്രിലിംസിന് വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അല്ലെ. നിങ്ങൾ ഈ പറയുന്ന VFAയുടെ മെയിൻ സിലബസ് കവർ ചെയ്താൽ തന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തും കവർ ആയിക്കോളും. നിങ്ങൾക്ക് പ്രിലിംസിന്റെ സിലബസും കവറായി പോകത്തേ ഉള്ളൂ. അറിയാലോ, മറ്റ് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. പ്രിലിംസ് ഉണ്ടെങ്കിലും അതിന് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഏത് പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാതെ തന്നെ നിങ്ങളുടെ ഈ കാണുന്ന ഒരൊറ്റ സിലബസ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. VFAയുടെ മെയിൻ സിലബസ് വെച്ച് തന്നെ പഠിക്കുക അല്ലെ. പ്രിലിംസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്. ഇനി ഇൻ കേസ് പ്രിലിംസ് വന്നാൽ തന്നെ ഒരു വിദൂര സാധ്യത ഉണ്ട്, പ്രിലിംസ് വന്നാൽ തന്നെ ഈ ഒരു സിലബസ് വെച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും പ്രിലിംസ് എന്താകില്ല, ഒരു ഇഷ്യൂ ആകില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു സിലബസ് വെച്ചിട്ട് തന്നെയാണ്. പ്രിലിംസ് അല്ല, മെയിൻസ് VFAയുടെ ഒരു ഒറ്റ എക്സാം ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇനി പ്രിലിംസ് അതിനിടയ്ക്ക് വരികയാണോ ഒരു സിറ്റുവേഷൻ വന്നാൽ തന്നെ അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ്സും അതിന്റെ ക്ലാസ്സും എല്ലാം ഇവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അല്ലെ. ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാം. VFA വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ 18 to 36 വയസ്സ് വരുന്നത്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ത്രൂ എന്ത് ചെയ്യുക, എത്രയും വേഗം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന ഒരൊറ്റ സിലബസ്, ഈ ഒരു സിലബസ് ഫോക്കസ് ചെയ്താണ് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സിലബസ് പഠിച്ചുള്ള ഗുണം എന്ന് പറയുന്നത് ഒറ്റ എക്സാം അല്ല, ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ എക്സാം അല്ല 3 എക്സാമുകൾക്കുള്ള പഠനമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒറ്റയടിക്ക് നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അധികം ആപ്ലിക്കൻസ് ഉള്ള, ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന 3 പോസ്റ്റുകൾ തന്നെയാണ് ഏത്, VFA ആണെങ്കിലും ബിക്വാലിറ്റി ആണെങ്കിലും കമ്പനി ബോർഡേഴ്സ് ആണെങ്കിലും. സോ ഇത്രയും നിയമനം നടക്കുന്ന ഈ 3 പോസ്റ്റുകളിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഈ പറയുന്ന ഒരു ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം തന്നെയാണ്. ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡേഴ്സ് ഒക്കെ നേരത്തെ വന്നുകൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബാക്കിലേക്ക് പോകാനായിട്ട് പറ്റില്ല അല്ലെ. നമുക്ക് എപ്പോഴും റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ജോലി ഉറപ്പിക്കുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് എക്സാം എഴുതുന്നതാണ്. അതിനെ എല്ലാം ഓവർകം ചെയ്ത് മുന്നിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ എഫേർട്ട് അതിൽ ആവശ്യമാണ്. സോ മാക്സിമം നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിച്ചിട്ടില്ല, റൈറ്റ് നൗ ഇന്ന് മുതൽ ഈ വീഡിയോയിൽ കാണുന്ന സ്ക്രോളിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രോളിലെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. എത്രയും വേഗം അതിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കി പ്രിപ്പറേഷൻസ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. സോ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും കോൾ ചെയ്യുക കേട്ടോ. ഇതിന്റെ മറ്റ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും അറിയിപ്പുകളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മുടെ ചാനൽ നമ്മൾ വരുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് ഡീറ്റെയിൽസിനായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ മറ്റ് ഡീറ്റെയിൽസ്, നമുക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ നമ്മുടെ അക്കാഡമിയുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കമന്റിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ക്ലാസിന്റെ അപ്ഡേറ്റ്സും ആപ്പ് ത്രൂ യൂട്യൂബ് ചാനൽ ത്രൂ ഒക്കെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് വരും. ക്ലാസ്സസിന്റെ അപ്ഡേറ്റ്സും അതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ കറന്റ് അഫയേഴ്സിന്റെ ഒക്കെ നോട്ട്സും
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ കിട്ടണമെന്നുള്ള അതിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ്സ് എല്ലാം ആ ഒരു ചാനൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിലേക്കും കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ട നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സി യു ഓൾ.